പി ദിവ്യ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ വിചാരണ നേരിടണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. ഇടതുപക്ഷത്തിനും അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? അപ്പോൾ അവരൊരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അവർ രാജിവെക്കേണ്ടതായ ഒരു നിലയുണ്ടായി, അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മളിപ്പം ആരെയും ഈ പറഞ്ഞ പോലെ ആരെയും പ്രത്യേകമായി രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിഷയമല്ലത്. ഏതെങ്കിലും ഒരു വ്യക്തിയെ, പി ദിവ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ രക്ഷിക്കുന്നതിന് വേണ്ടി CPM ആരും ഇവിടെ ഗൂഢാലോചന നടത്തുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അത് അതിൻ്റേതായ വഴിക്ക് പോട്ടെ. പക്ഷേ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമാണ് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് രാഷ്ട്രീയം, ഈ ED കേരളത്തിൽ വന്ന് പിന്നെ ഇപ്പോഴത്തെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകളെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി വരികയും അത് യഥാർത്ഥത്തിൽ ആരെയാണ് വേട്ടയാടുന്നത്? പിണറായി വിജയൻ എന്ന് പറയുന്ന വലിയ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള സീനിയറായ കമ്മ്യൂണിസ്റ്റ് നേതാവിനെയാണ് വേട്ടയാടുന്നത്. അങ്ങനെ ഇത് ഒരു ചട്ടവുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ആർക്കാണ് സംശയിക്കുന്നത്? ഇതിൻ്റെ ഇന്ത്യയിലെ ഈ നിയമ സംവിധാനങ്ങളെയും ഈ പറഞ്ഞ എല്ലാം പലതരത്തിലുള്ള ഏജൻസികളെയെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു ജനാധിപത്യ നമ്മുടെ ഭരണഘടനയ്ക്കും എല്ലാം വിരുദ്ധമായി നിന്നുകൊണ്ട് അതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് യൂണിയൻ ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് നമുക്ക് എത്ര കാലമായിട്ട് അറിയാവുന്നതാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു വേട്ടയാടൽ സാധ്യത, അതിൻ്റെ ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിന് UDFകാർ കൂട്ടു നിൽക്കരുത്. UDFകാർ ഇതിന് കൂട്ടു നിൽക്കുന്നു. അല്ലാതെ ആ കുടുംബത്തിൻ്റെ വേദനകളും ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാത്തതുകൊണ്ടല്ല. ആ കുടുംബത്തിൽ നഷ്ടപ്പെട്ടത് തന്നെയാണ്. അദ്ദേഹത്തിന് നീതി കിട്ടേണ്ടത് തന്നെയാണ്. പക്ഷേ അയാൾ സ്വമേധയാ എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അതിൻ്റെ സൂക്ഷ്മതയിലേക്ക് നമുക്ക് അന്വേഷണം ഇത്രയും കാലം അന്വേഷിച്ചല്ലോ, ഒന്നും അന്വേഷിച്ചില്ലെന്ന് പറയാൻ പാടില്ല.